ഇന്ന് നമുക്ക് ലിബ്രിയോഫീസ് റൈറ്റർ ഉപയോഗിച്ച് ഒരു വായനാ കാർഡ് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. നമ്മുടെ സമഗ്രയിൽ നിന്നെടുത്ത ഇതുപോലെയുള്ള ഒരു റീഡിംഗ് കാർഡ് എങ്ങനെ നമുക്ക് ലിബ്രിയോഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ സോഫ്റ്റ്വെയർ എടുക്കുന്നു. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കുക. വീണ്ടും ഫോർമാറ്റിൽ പോയി ഇനി നമുക്ക് ക്യാരക്ടർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്യാരക്ടറിൽ ഇവിടെ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്, അവിടെ നമുക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവിടെ മാറ്റം വരുത്തേണ്ടതില്ല. എന്നാൽ CTL ഫോണ്ട് എന്നുള്ള ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഡിഫോൾട്ടായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രചന എന്ന മലയാള ഫോണ്ടാണ്. അത് നമുക്ക് മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ ജമീൽ നൂരി നെസ്തായിലേക്കാക്കി മാറ്റേണ്ടതുണ്ട്. ജമീൽ നൂരി നെസ്തായിലേക്കാക്കി അതിൻ്റെ ഫോണ്ട് സൈസ് നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ 12 തന്നെ നമുക്ക് അതിൻ്റെ ഒരു സാധാരണ ഫോണ്ട് സൈസാണ്. നമുക്ക് ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം ഉറുദു നമുക്ക് വായിക്കാൻ കിട്ടാവുന്ന രൂപത്തിലാവണമെങ്കിൽ ഒരു 18 മിനിമം കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ കുട്ടികളുടെ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് കുട്ടികൾക്ക് കുറച്ച് വലുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 36 കൊടുക്കുന്നു. മലയാളം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഉറുദു കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. നമ്മുടെ വായനാ കാർഡ് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഒരു തലക്കെട്ട് കൊടുക്കാം. ഘർ എന്നുള്ള തലക്കെട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ഇങ്ങനെ തലക്കെട്ട് കൊടുത്ത് ഇതിന് നമുക്ക് സെൻറ്ററിലേക്കാക്കി മാറ്റേണ്ടതുണ്ട്. ഹെഡിങ് ആക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലേക്ക് ഇവിടെ അലൈൻമെൻറ്റ് കാണിക്കുന്നു. അലൈൻ റൈറ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ ലെഫ്റ്റ്. നമ്മളിവിടെ അലൈൻ സെൻറ്റർ കൊടുക്കും. അലൈൻ സെൻറ്റർ കൊടുത്തു. നമുക്കിത് തലക്കെട്ടായതുകൊണ്ട് തന്നെ നമ്മൾ 36 കൊടുത്തിട്ടുള്ളത് പൊതുവായിട്ടുള്ള ഈ പേജിൻ്റെ സൈസാണ്. നമുക്ക് തലക്കെട്ടായതുകൊണ്ട് തലക്കെട്ട് നമുക്ക് ഒന്നുകൂടെ സൈസ് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ ഒരു 60, ഒരു 96 കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കളറ് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത് ഇവിടെയുള്ള ഈ ഫോണ്ട് കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഫോണ്ട് കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായ കളറ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ കളറ് മാറ്റിക്കൊടുത്തു. ഇനി എൻ്റർ അടിച്ച് അടുത്തലേക്കൊന്നും. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെയുള്ള ഒരു ചിത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. ചിത്രം നമുക്ക് ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ചിത്രം നമുക്ക് നെറ്റിൽ നിന്നും സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ചിത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രമാണ്. ഇങ്ങനെ ചിത്രം വരുമ്പോൾ ഈ ചിത്രത്തിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജ് ആസ് എന്ന് കൊടുത്താൽ മതി. സേവ് ചെയ്യാനായിട്ട് സേവ് ഇമേജ് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് അത് സേവ് ആവേണ്ടത് അതിൻ്റെ പാത്ത് ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കണം. നമുക്ക് പേര് മാറ്റിയിട്ട് ഇവിടെ .jpg എന്നുള്ളത് കളയരുത്, അതവിടെ നിർത്തിയിട്ട് നമുക്കിതിന് ഒരു പേര് കൊടുക്കാം. പേര് കൊടുത്തു. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ തീരുമാനിക്കാം. ഡെസ്ക്ടോപ്പിലാണോ ഹോമിലാണോ എവിടെ നമുക്ക് ഡൗൺലോഡ്സിലാണോ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് ഹോമിൽ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. house.jpg എന്ന പേരിൽ സേവ് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാകും. നോക്കാം, ഇവിടെ ചിത്രം വന്നിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തെ നമുക്ക് ഈ പേജിലേക്ക് കൊണ്ടുവരാം. ചിത്രം കൊണ്ടുവരാൻ ഇവിടെ നമുക്ക് ഇൻസേർട്ട് ഇമേജ് എന്നുള്ളതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അത് മെനുവിൽ പോയി എടുക്കണമെങ്കിൽ ഇൻസേർട്ട് ഇമേജ് എന്ന ക്രമത്തിൽ നമുക്ക് ഇതെടുക്കാവുന്നതാണ്. അതിൽ ഡെസ്ക്ടോപ്പിൽ house.jpg എന്ന ഈ ചിത്രം ഓപ്പൺ കൊടുക്കുന്നു.
ആ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കിത് ഈ സൈഡ് പിടിച്ചിട്ട് നമുക്കിതിന് അനുയോജ്യമായ വലുപ്പത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചിത്രത്തെ നമുക്ക് അനുയോജ്യമായ സൈസിലും വലുപ്പത്തിലുമൊക്കെ വെക്കാവുന്നതാണ്. ഇനി നമ്മളതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ നമുക്കിനി ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ 96 ആക്കിയത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പഴയ 36 തന്നെ പോകാം. ഇപ്പോൾ ഇതുള്ളത് സെൻട്രലാണ്. സെൻട്രൽ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് നമുക്ക് റൈറ്റ് അലൈൻമെൻറ്റിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഉറുദുവിലെ ടൈപ്പിംഗ് വളരെ എളുപ്പമാണ്. ഫോണിറ്റിക് ആയതുകൊണ്ട് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷിലത് മാറ്റിയിട്ട് ഉറുദുവിലേക്ക് മാറ്റുന്നു. നമ്മുടെ കളറ് നമുക്കിവിടെ നമ്മൾ ഹെഡിങ്ങിന് കൊടുത്ത ഈ ചുവപ്പ് കളർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അത് ബ്ലാക്ക് തന്നെയാക്കാം. ഏഗർ ഹെ. അപ്പോൾ ഞാനിതിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തപ്പോൾ 2 ജുംല താഴെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മുകളിലേക്ക് തന്നെ ഒറ്റ പേജിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഫോണ്ട് സൈസ് നമ്മൾ ഒന്ന് കുറക്കുന്നു. അതിനായി ഇത് മുഴുവനായിട്ടും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം 36 ഉള്ളത് ഒരു 32ലേക്ക്, അതിനുശേഷം ഒരു 28ലേക്ക് ഇത് കൊടുത്തപ്പോൾ ഒരു പേജിൽ നമുക്കത് മുഴുവനായിട്ടും കിട്ടി. ഇനി ഇവിടെ ഈ ചിത്രത്തിൽ ഈ പേജിൽ ഘർ എന്നുള്ളത് എല്ലാത്തിലും ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഘർ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്ത് ഫോണ്ട് കളറിൽ റെഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ പേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് എന്ന് കൊടുത്തിട്ട് അതിനൊരു പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഉറുദു കാർഡ് 1 എന്ന പേരിൽ നമുക്കത് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യാം. ഞാനിവിടെ ഇതും ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒരു PDF രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റ് കമ്പ്യൂട്ടറുകളിലൊക്കെ എടുക്കുമ്പോൾ ഫോണ്ട് കിട്ടാത്തതും മറ്റുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൊബൈലിലേക്ക് എടുക്കാനോ ഒക്കെ പ്രയാസം നേരിടും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ PDF ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ PDF-ൻ്റെ ചിഹ്നത്തിൽ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് PDF ആക്കാം. അല്ലെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ആസ് PDF എന്നുള്ളതിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇവിടെ ഉറുദു കാർഡ് 1.pdf എന്നുകൂടി കൊടുക്കുന്നത് നല്ലതാണ്. ഓട്ടോമാറ്റിക്കായി PDF എന്ന് വരാറുണ്ടെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. സേവ്. ഇപ്പോൾ 2 ഫയലുകളും ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഉറുദു കാർഡ് 1.odt എന്ന ഫയലും ഉറുദു കാർഡ് 1.pdf എന്ന ഫയലും നമുക്കിവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ശുക്രിയ.